എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 ടൈപ്പ് ലഞ്ച് ബോക്സ് റെസിപ്പികളായിട്ടാണ്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പികൾ കൊച്ചു കുട്ടികൾക്കും അതുപോലെ തന്നെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന 5 റെസിപ്പികളാണ്. ഞാനിന്ന് റൈസിൻ്റെ റെസിപ്പികളാണ് കാണിക്കുന്നത്. കൂടുതൽ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് തയ്യാറാക്കാവുന്നത് ഒരു ക്യാരറ്റിൻ്റെ റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ നെയ്യുടെ ടേസ്റ്റ് കുറച്ച് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. കുഞ്ഞുള്ളി ഒരു 5-6 അല്ലി പൊളിച്ചിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 2 വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ എരിവിന് വേണ്ട പച്ചമുളക്. കൊച്ചു കുട്ടികളാണെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഉള്ളി നല്ലൊരു ബ്രൗൺ നിറമായി വരുമ്പോഴാണ് ഈ ഒരു റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പൊടിയായിട്ട് അരിയുന്നതിനെക്കാട്ടിലും ഈ ഒരു റൈസിന് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. ക്യാരറ്റ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. ചോറെന്ന് പറയുന്നത് ബസ്മതി അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മട്ട അരിയുടെ ചോറ് ചേർത്ത് കൊടുക്കാം. പച്ചരി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു ചോറ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തത് ഇതുപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതുണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് റൈസിന്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് മാത്രം മതി കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ കറിയൊന്നും തന്നെ വേണമെന്നില്ല. കറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈത്തൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത റൈസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു റൈസാണ്. അതിനും നമ്മൾ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ എല്ലാ റൈസിനും ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ സവാള എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഓരോ ടൈപ്പ് റൈസിനും നമുക്ക് ഇഷ്ടമുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ റൈസിനും ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരികയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മസാലപ്പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറി പൗഡർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതും മുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലയാണ്. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. അപ്പോൾ ഞാനിവിടെ കടല വേവിച്ചതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വേവിച്ച ചിക്കനാണ്, അതായത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ അത് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ക്യാപ്സിക്കം വെന്ത് വരാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. ഇനി വേവാൻ കൂടുതൽ സമയമുള്ള പച്ചക്കറികളാണെങ്കിൽ ആദ്യം തന്നെ ചേർത്തിട്ട് വേവിച്ചെടുക്കും. ഇനി ഇതിലേക്ക് നമ്മൾ റൈസ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതും ഒരു സിമ്പിളായിട്ടുള്ളൊരു റൈസാണ്. ഇതിൽ കടലയൊക്കെ ഉണ്ട്. ഇപ്പോൾ പ്രോട്ടീനും അതുപോലെ ചിക്കനും ഒക്കെ ഉള്ള ഒരു റൈസാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് മറ്റൊരു സിമ്പിൾ റൈസാണ്. നമ്മളിവിടെ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു റൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റൈസിലേക്ക് ഞാൻ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോന്ന് മാറി മാറി ട്രൈ ചെയ്യാവുന്നതാണ്. എണ്ണ, നെയ്യ്, ബട്ടർ അങ്ങനെ. കുട്ടികൾക്കാണെങ്കിൽ ബട്ടറൊക്കെ കുറച്ച് ശരീരത്തിൽ ചെല്ലുന്ന നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇത് നന്നായിട്ടിപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കനോ മുട്ടയോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് കുറച്ച് അമരപ്പയറാണ്. അമരപ്പയറിന് പകരം ബീൻസൊക്കെ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. നമുക്ക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ളതും കിട്ടും ഗ്രീൻ പീസ്, അതുപോലെ തന്നെ നല്ല കട്ടിയുള്ളതും കിട്ടും. കട്ടിയുള്ളതാണെങ്കിൽ കുതിർത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നമുക്ക് കൊഞ്ചും അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ മറ്റൊരു റൈസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇവിടെയും ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കറി പൗഡറും ഒക്കെ ഇട്ടിട്ടാണ്. കറി പൗഡർ എന്ന് പറയുന്നത് നമ്മുടെ മസാലപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുമ്പോൾ കറി പൗഡറായി. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പനീറാണ്. ഇവിടെ പനീർ എന്ന് പറഞ്ഞ് കിട്ടുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടേജ് ചീസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും അതുപോലെ തന്നെ ക്യാരറ്റുമാണ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനീറായത് കാരണം ഇത് ചൂടാകുമ്പോഴത്തേക്ക് ഇതുപോലെ മെൽറ്റായി വരുന്ന ടൈപ്പാണ്. അപ്പോൾ അത് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് കുറച്ച് വേവിച്ച ചോറിട്ട് കൊടുത്തു. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സാധാ പനീറാണെങ്കിൽ ഇതുപോലെ ഉരുകിപ്പോവില്ല. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ പനീർ കിട്ടും, പക്ഷേ എല്ലാ കടകളിലും കിട്ടില്ല. അപ്പോൾ ഞാനിന്നിവിടെ സോഫ്റ്റ് ആയിട്ടുള്ള ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട്. ആയിട്ടുള്ള സിമ്പിൾ റൈസ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഈസിയായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് ഇനി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, അപ്പോൾ അതെല്ലാം റൈസിനും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതലെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റൈസുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ കടല അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോസേജാണ്. അപ്പോൾ സോസേജ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടുത്തെ സ്കൂളുകളിൽ മിക്കവാറും സോസേജുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിത് വലിയവർക്ക് ഉള്ള ലഞ്ച് ബോക്സായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കോളിഫ്ലവർ പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതിനുശേഷം കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പച്ചക്കറി ഒന്ന് വേവുന്നത് വരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറി നന്നായിട്ട് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന 5 ടൈപ്പിലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പികളാണ് ഞാനിന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ എന്നും ലഞ്ച് ബോക്സ് കൊണ്ടുപോകുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസിപ്പികളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈസി ആയിട്ട് ഇതുപോലെ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. ഇതിൻ്റെ കൂടെ തൈരോ അങ്ങനത്തെ സാലഡോ എന്തെങ്കിലും മതിയാകും. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സൊക്കെ കൊടുത്തു വിടുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 ടൈപ്പിലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പികളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിലും പറയുക.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്